ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഏറ്റവും മൂർച്ചയുള്ളതും ശക്തവുമായ രാഷ്ട്രീയ മാറ്റങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് തീരെ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലായിരിക്കും. 1931 ലാഹോർ കോടതിയിൽ തൻ്റെ വധശിക്ഷ വിധിക്കുന്നത് കേട്ട് ഭഗത് സിംഗ് ഉറക്കെ ചിരിച്ച നിമിഷം ഓർക്കുക. അടിയന്തരാവസ്ഥയുടെ കടുത്ത സെൻസർഷിപ്പുകൾക്കിടയിൽ ജയപ്രകാശ് നാരായണന്റെ തണലിൽ ഒരു തലമുറയിലെ സോഷ്യലിസ്റ്റ് നേതാക്കൾ ഉയർന്നു വന്നത് ഓർക്കുക. 2011-12 കാലഘട്ടത്തിലെ അണ്ണാ ഹസാരെ സമരത്തിൽ നിന്നും ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനം രൂപപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2026 മെയ് 15 നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. സുപ്രീം കോടതിയിൽ ഇരുന്നു കൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രാജ്യത്തെ തൊഴിലില്ലാത്ത ജനങ്ങളെ നോക്കി ഒരു വാക്ക് വിളിച്ചു: കോക്രോച്ചുകൾ അഥവാ പാറ്റകൾ. ജീർണിച്ച തടിയിൽ നിന്ന് ഇഴഞ്ഞു വന്ന് സിസ്റ്റത്തെ ആക്രമിക്കുന്ന പാരാസൈറ്റ്സ് എന്നാണ് അദ്ദേഹം അവരെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചത് വ്യാജ ബിരുദമുള്ള നിയമ വിദ്യാർത്ഥികളെയാണെന്ന് പിന്നീട് വിശദീകരിച്ചെങ്കിലും ആ ഒരൊറ്റ വാക്കുണ്ടാക്കിയ പ്രകമ്പനം ചെറുതായിരുന്നില്ല. അന്ന് വൈകുന്നേരത്തോടെ അഭിജിത്ത് ദീപ്കെ എന്ന 30-കാരനായ ഒരു മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് തൻ്റെ ഫോളോവേഴ്സിനിടെ ഒരു കാര്യം ചോദിച്ചു: ഈ പാർട്ടികളെല്ലാം ഒന്നിച്ചാലോ? വെറും 72 മണിക്കൂറിൽ അതിനുള്ളിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു ഗൂഗിൾ ഫോമിലൂടെ 3,50,000-ലധികം അംഗങ്ങളും ഇൻസ്റ്റഗ്രാമിൽ 11 മില്യൺ ഫോളോവേഴ്സും ഉണ്ടായി. ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിനെ ഒരു പഞ്ച് ഡയലോഗ് പോലെ പരിഹസിച്ചുകൊണ്ടുണ്ടാക്കിയ പേരായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി. അതിൻ്റെ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ 21 മില്യൺ കടന്നിരിക്കുന്നു. മടിയന്മാർക്കും തൊഴിലില്ലാത്തവർക്കും എപ്പോഴും ഓൺലൈനിൽ സമയം കളയുന്നവർക്കും വേണ്ടിയൊരു പാർട്ടി. യുവജനങ്ങളുടെ ദേഷ്യവും നിരാശയും പ്രകടിപ്പിക്കാൻ ഇതൊരു വേദിയായി മാറി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു വിപ്ലവമല്ല, കുറഞ്ഞപക്ഷം ഇതുവരെയെങ്കിലുമല്ല. എങ്കിൽ ഇത് തള്ളിക്കളയാനും നമുക്ക് സാധിക്കില്ല. എന്തുകൊണ്ടാണ് 2026 ഇന്ത്യയുടെ യുവാക്കൾ ഇത്രത്തോളം ദേഷ്യത്തിലായിരിക്കുന്നത്? മോദി സർക്കാരിൻ്റെ 12 വർഷത്തെ ഭരണത്തിന് ശേഷം സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ വിരലിലെണ്ണാവുന്ന സമ്പന്നരുടെ കൈകളിൽ മാത്രമായി ഒതുങ്ങി. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. 2024 നീറ്റ് പരീക്ഷ വിവാദം മുതൽ വർഷങ്ങളായി കുടുംബത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ ചിലവാക്കി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചകൾ വരെ ഇതിന് കാരണമാണ്. ഇതിനെല്ലാം പുറമെ നീതിന്യായ വ്യവസ്ഥയും പാർലമെൻറ്റുമെല്ലാം പരാജയപ്പെടുന്നു എന്ന തോന്നൽ ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ആ കോക്രോച്ച് എന്ന വാക്ക് പുറത്തു വരുന്നത്. വികസിത് ഭാരത് എന്ന പേരിൽ ഭരണകൂടം കൊട്ടിഘോഷിക്കുന്ന സിസ്റ്റം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ യുവജനങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു അത്. അവരെ പൗരന്മാരായിട്ടല്ല, മറിച്ച് വെറും ശല്യക്കാരായ പാർട്ടികളായി മാത്രമാണ് ഭരണകൂടം കാണുന്നത്. CJP എന്ന ഈ മുന്നേറ്റം കണ്ടയുടനെ മാധ്യമങ്ങൾ ഇതിനെ ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങി. തൊഴിൽ സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ തുടങ്ങിയ സമരം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ രാജിവെപ്പിച്ച് നാടുകടത്തുന്നതിലേക്ക് എത്തിയത് നാം കണ്ടതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അടുത്ത വിപ്ലവമാണോ ഇവിടെ നടക്കാൻ പോകുന്നത്? CJP സ്ഥാപകൻ അഭിജിത്ത് ഇതിന് നൽകിയ മറുപടി വളരെ വ്യക്തമായിരുന്നു: ഇന്ത്യയിലെ ജെൻസി യുവതലമുറയെ അങ്ങനെ താരതമ്യം ചെയ്ത് അപമാനിക്കരുത്. അവർക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. സമാധാനപരവും ജനാധിപത്യപരമായ മാർഗങ്ങളുടെ മാറ്റം കൊണ്ടുവരാൻ അവർക്കറിയാം. അഭിജിത്ത് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഇന്ത്യ ഒരിക്കലും ബംഗ്ലാദേശല്ല. 140 കോടി ജനങ്ങളുള്ള ശക്തമായൊരു ഭരണഘടനയും സുപ്രീം കോടതിയും തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുമുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. മാത്രമല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ തെരുവിലിറങ്ങിയുള്ള ഒരു ഭരണമാറ്റം ഇന്ത്യയിൽ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. UAPA പോലെയുള്ള കരിനിയമങ്ങൾ ഉപയോഗിച്ച് സർക്കാരിന് ഏത് സമരങ്ങളെയും അടിച്ചമർത്താൻ കഴിയും. ഉമർ ഖാലിദിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെയും അദൃശ്യമായ ലക്ഷ്മണരേഖകൾ കടന്ന് മറ്റ് വിദ്യാർത്ഥി നേതാക്കളുടെ അവസ്ഥ ആരും മറന്നിട്ടില്ല. പക്ഷേ അഭിജിത്തിൻ്റെ വാദത്തിൽ ഒരു വലിയ പോരായ്മയുണ്ട്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ ഷെയ്ഖ് ഹസീനയെ താഴെയിറക്കുന്നത് അവർക്ക് രാഷ്ട്രീയ പക്വത ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ, കോടതികൾ, മാധ്യമങ്ങൾ എന്നിവ പൂർണ്ണമായും ഭരണകൂടത്തിൻ്റെ അടിമകളായതുകൊണ്ടാണ്. സിസ്റ്റം പരാജയപ്പെടുമ്പോഴാണ് തെരുവ് പ്രതിഷേധങ്ങൾ അവസാന ആശ്രയമാകുന്നത്. ഇന്ത്യയിലെ കഴിഞ്ഞ 10 വർഷത്തെ അവസ്ഥ നോക്കൂ. ഇലക്ട്രൽ ബോണ്ട് അഴിമതികൾ, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ EDയും CBIയും ഉപയോഗിക്കുന്നത്, സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന ഭരണഘടനാ കേസുകൾ. ഈ സാഹചര്യത്തിൽ സമാധാനപരമായ ജനാധിപത്യ മാർഗങ്ങളിൽ വിശ്വസിക്കുന്നത് പക്വതയാണോ അതോ വെറും ഒത്തുതീർപ്പാണോ എന്ന വലിയൊരു ചോദ്യം ബാക്കിയാകുന്നു. നിലവിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പൊളിറ്റിക്കൽ തിയേറ്റർ അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകം മാത്രമാണ്. പരിഹാസത്തിലൂടെ അധികാരത്തെ ചോദ്യം ചെയ്യുക എന്നത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു രീതിയാണ്. സഫ്ദർ ഹാഷ്മിയുടെ നാടകങ്ങൾ തൊഴിലാളികളെ ബോധവത്കരിച്ചതുപോലെ തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയം നാടകങ്ങളിലൂടെ വളർന്നതുപോലെ ആക്ഷേപഹാസ്യത്തിന് വലിയൊരു ശക്തിയുണ്ട്. BJPയുടെ സാംസ്കാരിക ആധിപത്യത്തെ പോലും വിറപ്പിക്കാൻ ഈ ഗൂഗിൾ ഫോം വിപ്ലവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ മാറ്റമാകണമെങ്കിൽ അത് സംഘടിതമായൊരു ശക്തിയായി മാറണം. വെറുമൊരു ഗൂഗിൾ ഫോം പൂരിപ്പിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല. അതിന് പണം വേണം, താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന കേഡർമാർ വേണം, പ്രാദേശിക നേതാക്കൾ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മീം കൊണ്ടോ ഗൂഗിൾ ഫോം കൊണ്ടോ നിങ്ങൾക്കൊരു വലിയ പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നതാണ്. BJP എന്നത് പെട്ടെന്ന് സുപ്രഭാതത്തിലുണ്ടായ പാർട്ടിയല്ല. 1925 മുതൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് നടത്തിയ 100 വർഷത്തെ നിരന്തരമായ പ്രത്യയശാസ്ത്ര പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്നത്തെ BJP. ഹിന്ദുത്വ എന്ന അവരുടെ ആശയത്തെ നേരിടാൻ സമാനമായ മറ്റൊരു ശക്തമായ ആശയമാണ് ആവശ്യം.
ശക്തമായൊരു പ്രത്യയശാസ്ത്രം ഇല്ലാത്തതുകൊണ്ടാണ് വലിയ പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടി പോലും ഇനി തകർച്ച നേരിടേണ്ടി വരുന്നത്. 2014 ശേഷം BJPയെ വെല്ലുവിളിച്ച ആം ആദ്മി പാർട്ടിക്കും ഇതേ പ്രശ്നമുണ്ടായിരുന്നു. BJPക്കെതിരെ വോട്ട് ചെയ്യാൻ അവർ കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ എന്തിനു വേണ്ടി വോട്ട് ചെയ്യണമെന്ന ആശയം അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല. CJPയുടെ മാനിഫെസ്റ്റോയിലും ഈ പ്രശ്നമുണ്ട്. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അദാനിക്കും അംബാനിക്കുമെതിരെ അവർ സംസാരിക്കുന്നു. എന്നാൽ എന്തിനെ എതിർക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം അവർ എന്ത് ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നിപ്പോഴും വ്യക്തമല്ല. ജീവശാസ്ത്രപരമായി നോക്കിയാൽ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ അതിജീവന ശേഷിയുള്ള ജീവികളാണ് പാറ്റകൾ അഥവാ കോക്രോച്ചുകൾ. വലിയ ഉൽക്കാപാതങ്ങളെയും കൂട്ടവംശനാശങ്ങളെയും അതിജീവിച്ചവർ. ഭരണകൂടത്തിൻ്റെ ഈ ഒരു അവഹേളനത്തെ സ്വന്തം പേരായി സ്വീകരിച്ചതിലൂടെ യുവജനങ്ങൾ തങ്ങളുടെ അതിജീവന ശേഷിയാണ് കാണിക്കുന്നത്.